നമസ്കാരം, സജിത് മാൻസം ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു സാറുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ, അതുപോലെ തന്നെ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുന്നതുമായ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയത്. ജൂൺ 8 മുതൽ 28 ദിവസം നീളുന്ന വളരെ വിപുലമായ വൈശാഖ മഹോത്സവത്തിന്റെ നടത്തിപ്പിൽ ദേവസ്വത്തിന്റെ പങ്കാളിത്തവും അതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിന്റെ മേധാവിത്വത്തോടുകൂടിയുള്ള നിരീക്ഷണവും ഒരുമിച്ചാണ് ഈ വർഷം വളരെ ചിട്ടയോടുകൂടിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിട്ടുള്ളത്. ഇന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന സമയത്ത് മലബാർ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയർ ോടൊപ്പം വരികയും ക്ഷേത്രത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഇതുവരെ അവർ നടത്തിയ ക്രമീകരണവും വിലയിരുത്തിയുണ്ടായിരുന്നു. അതിലാദ്യമായിട്ട് മലബാർ ദേവസ്വം ബോർഡ് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു സംഭവം, ദേവസ്വം വാങ്ങിയ 2 ഏക്കറിലേക്ക് യാത്രാ സൗകര്യം ഉണ്ടായിരുന്നില്ല. അതിന് 67.5 സെന്റ് സ്ഥലം വാങ്ങാനായിട്ട് കൊട്ടിയൂർ ദേവസ്വത്തിന് അനുമതി കൊടുക്കുക വഴി ഏകദേശം 2.5 ഏക്കർ വരുന്ന സ്ഥലത്തിലേക്ക് റോഡ് വെട്ടാനും അതുവഴി സുഗമമായ പാർക്കിംഗ് നടത്തി ഒരു വഴിയിലൂടെ പ്രവേശിച്ച് മറുവഴിയിലൂടെ കടന്നു പോകാവുന്ന രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്താൻ ദേവസ്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഉജ്ജ്വലമായ ഒരു കാര്യം. രണ്ടാമതായി, കുടിവെള്ള സൗകര്യത്തിന് വേണ്ടി പുതിയൊരു വാട്ടർ കണക്ഷൻ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ നിർമ്മാണവും ഇന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. തടയണകളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ അവസ്ഥയിലാണ്. ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും വളരെ ഉഷാറോട് കൂടിയിട്ട് മുന്നൊരുക്കങ്ങളൊക്കെ നടന്നു വരികയാണ്. കയ്യാനങ്ങളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഒരു 10% പ്രവൃത്തികൾ കൂടി ബാക്കിയുണ്ടെന്നാണ് കരാറുകാരൻ അറിയിച്ചത്. അത് നാളത്തോടു കൂടി തീരുമെന്നാണ് അദ്ദേഹം നേരിട്ട് സന്ദർശന വേളയിൽ പറഞ്ഞത്. അപ്പം തയ്യാറാക്കാൻ വേണ്ടി, നിവേദ്യ തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേകം ഒരു കയ്യാല തയ്യാറാക്കിയിട്ടുള്ളത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ ശുചീകരണവും അത് വളരെയധികം ശുചിത്വത്തോടെ അത് നിർവഹിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ഉറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രത്യക്ഷമായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള ശുചിമുറികൾ തയ്യാറായതാണ്. ഏകദേശം 40ഓളം ബ്ലോക്ക് ടോയ്ലറ്റുകൾ അടങ്ങുന്ന ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത, കോംപ്ലക്സിന്റെ 2 വശത്ത്, ഒരു വശത്ത് പുരുഷന്മാരും ഒരു വശത്ത് സ്ത്രീകൾ എന്ന രീതിയിൽ 20 എന്നിങ്ങനെ 40 മുറികളാണ്, 40 ശുചിമുറികളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏകദേശം 45 ലക്ഷം രൂപ ചെലവിലാണ് ദേവസ്വം ഇത്രയും നല്ല രീതിയിൽ അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടിയിട്ട് ഈ ശുചിമുറികൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ പാർക്കിങ്ങിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. മറ്റൊരു വർഷങ്ങളില്ലാത്ത രീതിയിൽ ഈ വർഷം ഒരു 2 ഡോക്ടർമാരുടെ സേവനത്തോട് കൂടിയിട്ട് ഒരു ആശുപത്രി സൗകര്യവും ദേവസ്വത്തില് വളരെ ഭംഗിയായിട്ട് വളരെ സൗകര്യത്തോട് കൂടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ സൗകര്യവും ഞാൻ ഇന്ന് അവിടെ ചെന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഒരു ക്രമീകരണമാണ് കൊട്ടിയൂർ ദേവസ്വം എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഏറെക്കുറെ തൃപ്തികരമാണെന്നുള്ള വിലയിരുത്തലാണ് കമ്മീഷൻ എന്ന രീതിയിൽ എനിക്കുള്ളത്.